പാലക്കാട് കുടുക്കല്ലൂർ സദാചാര കൊലപാതക കേസിൽ 3 പേർ അറസ്റ്റിലായി. ചെറുപ്പുളശ്ശേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ 11 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നു. ആദ്യ റിപ്പോർട്ടിലേക്ക്. ചെറുപ്പുളശ്ശേരി കുലുക്കല്ലൂർ സ്വദേശികളായ ഷാജു, രാജേഷ്, സെയ്തലവി എന്നിവരെ ചെറുപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 4, 5, 6 പ്രതികളാണിവർ. സംഭവത്തിൽ ഉൾപ്പെട്ട 11 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു. ഒരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധം തെളിയിക്കാനായി പ്രഭാകരനെ അക്രമി സംഘം ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നെന്ന് ചെറുപ്പുളശ്ശേരി CI വിജയകുമാർ പറഞ്ഞു. പ്രഭാകരനെ തിരുത്തിപ്പടി റോഡിൽ വെച്ച് ഓടിച്ച് പിടികൂടുകയും തുടർന്ന് ബൈക്കിൽ കയറ്റി അങ്ങാടിക്കുന്ന് എന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി മറ്റ് പ്രതികളുടെ സഹായത്തോടുകൂടി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രഭാകരനെ തിരിച്ച് ഈ വീട്ടമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടമ്മയുടെ സാന്നിധ്യത്തിൽ വീട്ടമ്മയെ മൊബൈലിൽ വിളിപ്പിച്ച് സംസാരിപ്പിച്ച് അയാളെയും വീട്ടമ്മയും തമ്മിൽ ചേർത്ത് വെച്ച് ചോദ്യം ചെയ്ത് പ്രഭാകരനുമായിട്ടുള്ള അവിഹിത ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. തുടർന്ന് പ്രഭാകരനെ ഈ ശ്രമം വിഫലമായതോടുകൂടി പ്രഭാകരനെ വടികൊണ്ടും കൈകൊണ്ടും അടിക്കുകയും ചവിട്ടുകയും ചെയ്ത് അവശനാക്കി പ്രതികളിലെ ഒരാൾ ഈ പ്രഭാകരനെ നെഞ്ചത്ത് കൈകൊണ്ട് ശക്തിയായി ഇടിച്ചു. ആ ഇടിച്ചതിൽ വെച്ച് പ്രഭാകരൻ കുഴഞ്ഞു വീഴുകയും പ്രതികൾ ഈ പ്രഭാകരന് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും തുടർന്ന് തൽക്ഷണം പ്രഭാകരൻ മരണപ്പെടുകയുണ്ടായി. 5 പേരടങ്ങുന്ന സംഘമാണ് പ്രഭാകരനെ ആദ്യം മർദ്ദിച്ചത്. സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംബന്ധിച്ച ശേഷം പ്രഭാകരനെയും കൊണ്ട് അക്രമി സംഘം സ്ത്രീയുടെ വീട്ടിലുമെത്തി. ഇവർ നിഷേധിച്ചതോടെ കൂടുതൽ പേരെത്തി വടികൊണ്ടടക്കം മർദ്ദിച്ചെന്ന് അറസ്റ്റിലായവർ സമ്മതിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് 55-കാരനായ പ്രഭാകരൻ സദാചാര ഗുണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൂട്ടമർദ്ദനത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാകും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് രാമനാട്ടുകരയിൽ പുകവലി വിലക്കിയ സെക്യൂരിറ്റി ജീവനക്കാരനെ 5 പേർ ചേർന്ന് മർദ്ദിച്ചു. മർദ്ദനമേറ്റ കക്കോടി സ്വദേശി സുന്ദരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷമീമ സലാം ആ വാർത്ത നൽകുന്നു. LIC ഓഫീസ് സെക്യൂരിറ്റി ജീവനക്കാരനായ സുന്ദരന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മർദ്ദനമേറ്റത്. LIC ഓഫീസിനടുത്ത് കാറിൽ വന്നിറങ്ങിയ 5 പേരിൽ ഒരാൾ സുന്ദരന്റെ അരികിൽ വന്ന് പുകവലിച്ചത് വിലക്കിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ക്യാൻസർ രോഗിയായതിനാൽ പുകവലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് അറിയിച്ചതിനാലാണ് സംഘം ചേർന്ന് മർദ്ദിച്ചതെന്ന് സുന്ദരൻ പറയുന്നു. കാറ് തുറന്ന് നമ്മളെ സ്റ്റെപ്പിലിരുന്ന് വീഡിയോ വലിക്കുമ്പോൾ ഞാൻ വീഡിയോ വലിക്കരുത് എന്ന്. പിന്നെ അവൻ വീഡിയോ വലിച്ചതിന് ശേഷം കാറിൽ തന്നെ പോയിരുന്നു. അതിൻ്റെ ശേഷം എന്തോ എടുത്തൊന്ന് എന്നെ അടിച്ചു. ഇടിക്കട്ട കൊണ്ടുള്ള മർദ്ദനമായതിനാൽ സുന്ദരന് കൈക്കും കണ്ണിന് താഴെയും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സുന്ദരൻ. ഫറോക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടവും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ചന്ദ്രബോസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF മണലൂർ മണ്ഡലത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം പരിഗണിച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നത്തേക്ക് മാറ്റിയത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാതെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതും. കേസിൽ ലൂപ്പ് ഹോളുകൾ സൃഷ്ടിക്കാൻ കൊലയാളി മുഹമ്മദ് നിസാമിന്റെ ഉന്നത ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കം നടന്നതെന്നാണ് ആരോപണം. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കണ്ടശം കടവ് കാപ്പുങ്ങൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മണലൂർ മണ്ഡലത്തിൽ LDF നടത്തിയ ഹർത്താൽ ജനങ്ങൾ ഏറ്റെടുത്തു. കൊലയാളി മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ നിയമം ഉൾപ്പെടെ ചുമത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചന്ദ്രബോസിന്റെ മൃതദേഹം കാഞ്ഞാടി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വന്തം ചിലവിനായി കോടികൾ ചിലവഴിക്കുന്ന നിസാമിന്റെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ആദായനികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചിലവ് വരുമാനത്തിലും അധികമാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. റിപ്പോർട്ടിലേക്ക്. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിസാം സ്വന്തം ചെലവിന് വേണ്ടി കോടികളാണ് ചെലവഴിച്ചിരുന്നത്. വരുമാനത്തിൽ കവിഞ്ഞ ചെലവ് ഇയാൾക്കുണ്ടെന്നാണ് കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന നിസാം ഇഷ്ടപ്പെട്ട ഭൂമി കണ്ടാൽ ഇരട്ടി വില നൽകി വാങ്ങുമായിരുന്നു.
ഇഷ്ടപ്പെട്ട ഭൂമി വിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തി വിരട്ടി ഭൂമി വാങ്ങുന്നതും ഇയാളുടെ പതിവായിരുന്നു. നഗരങ്ങളിൽ പലയിടങ്ങളിലും നിസാം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ലഹരിമരുന്ന് കടത്തുമായി ഇയാൾക്കുള്ള ബന്ധം ആദ്യം പോലീസ് അന്വേഷിച്ചുവെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂലം മരവിപ്പിച്ചിരിക്കുകയാണ്. ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിസാമിന്റെ ഇഷ്ടവിനോദമാണ്. എന്നാൽ നികുതി അടയ്ക്കാറില്ലായിരുന്നുവെന്ന് അടുത്തിടെ സെൻട്രൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. 40 ലക്ഷം രൂപയാണ് നികുതി കുടിശ്ശിക ഇനത്തിൽ ഇയാളിൽ നിന്ന് അടുത്തിടെ ഈടാക്കിയത്. തൃശൂർ ജില്ലയിലെ പ്രമുഖ വ്യവസായിക്ക് രത്നങ്ങൾ പതിച്ച 2 കോടി രൂപ വില വരുന്ന വാച്ച് സമ്മാനമായി നൽകിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നിസാം ഇന്ത്യയിൽ നടത്തുന്ന ബിസിനസ്സുകളിലൂടെ ഇത്രയും വരുമാനം ഉണ്ടാക്കാനാവില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. NRI എന്ന നിലയിൽ വൻതോതിൽ വിദേശ പണം ബിസിനസ്സിനായി ഇറക്കിയിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന് നൽകിയ രേഖയിലുള്ളത്. നൽകിയ കണക്കുകളും ചെലവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോഴിക്കോട് കക്കോടിയിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 6 പേർ അറസ്റ്റിലായി. കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമാണെന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് കക്കോടിയിൽ കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ CPIM പ്രവർത്തകനായ ശ്രീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പോലീസ് 6 പേരെ പിടികൂടിയത്. സന്ദീപ്, രാഹുൽ, കിരൺ, ജിതിൻ രാജ്, അമിതാസ്, നവനീത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതി സന്ദീപ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെതിരെ ശ്രീജിത്ത് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനായാണ് സന്ദീപും കൂട്ടാളികളും ചേർന്ന് ഉത്സവം കാണാനെത്തിയ ശ്രീജിത്തിനെ സമീപത്തെ പറമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ 13 പേരാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ ഇൻചാർജ് ഡി സാലി. കൊലയുടെ കാരണം ഇവർ തമ്മിൽ കുറച്ച് നാളുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഈ 1-ാം പ്രതി ഇതിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ഒളിവിൽ പോയ 6 പ്രതികളെ കോയമ്പത്തൂരിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. നടക്കാവ് CIന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.